പ്രതിരോധ വരകളിലൂടെ ശ്രദ്ധേയനായ കാർട്ടൂണിസ്റ്റ് ഇബ്രാഹിം ബാദുഷ കോവിഡ് തുടർ ചികിത്സയ്ക്കിടെ മരിച്ചു. 38 വയസ്സായിരുന്നു. കേരള കാർട്ടൂൺ അക്കാദമി മുൻ വൈസ് ചെയർമാനായിരുന്നു. കൊറിയൻ സംവിധായകൻ കിം കിഡുക് കേരളത്തിൽ എത്തിയപ്പോൾ തന്റെ ആരാധകനായിരുന്ന ബാദുഷയുടെ ചിത്രം വരച്ചതോടെയാണ് കിമ്മിന് വരയും വഴങ്ങുമെന്ന് മലയാളികൾ അറിഞ്ഞത്. കിമ്മിനെയും കിമ്മിന്റെ കഥാപാത്രങ്ങളെയും വലിയ ഇഷ്ടവും ആരാധനയുമായിരുന്നു ഇബ്രാഹിം ബാദുഷയ്ക്ക്. പ്രിയ സംവിധായകന്റെ മരണകാരണമായെന്നതായിരുന്നു കോവിഡ് എന്ന മഹാമാരി ബാദുഷയ്ക്കുണ്ടാക്കിയ ഏറ്റവും വലിയ ആഘാതവും. 1 വർഷത്തിനിപ്പുറം ബാദുഷയുടെയും ജീവനെടുത്തു അതേ കോവിഡ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്തവരുടെ കാർട്ടൂൺ വരച്ചു നൽകുന്ന ക്യാമ്പയിൻ അടക്കം ദുരന്തകാലത്ത് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ബാദുഷ. കേരള കാർട്ടൂൺ അക്കാദമി മുൻ വൈസ് ചെയർമാനായിരുന്ന ബാദുഷയ്ക്ക് എപ്പോഴും താൽപര്യം സാമൂഹിക പ്രതിബദ്ധത വിഷയമായ കാർട്ടൂണുകളോടും. കോവിഡാനന്തര ചികിത്സകൾ ആലുവ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പുരോഗമിക്കുന്നതിനിടെയായിരുന്നു മരണം. വരകളുടെ ഒരു തോരാമഴയായി മാറിയ 3.5 പതിറ്റാണ്ടിനുള്ളിൽ ബാദുഷയുടെ വേഗവിരലുകളിലൂടെ വിടർന്ന മുഖമുകളങ്ങളിൽ വിശ്രുത കലാകാരന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും രാഷ്ട്ര നേതാക്കളും കായിക താരങ്ങളും സാഹിത്യകാരന്മാരും ബ്യൂറോക്രാറ്റുകളും വിദ്യാർത്ഥികളും അമ്മമാരും കുരുന്നുകളും സാന്റാക്ലോസും ആരാധനാമൂർത്തികളും ഒക്കെ ഇടം നേടിയിരുന്നു. അക്കങ്ങളും അക്ഷരങ്ങളും പക്ഷിമൃഗാദികളുമൊക്കെ ബാദുഷയുടെ ചടുല വിരൽത്തുമ്പിലൂടെ പുതിയ മാനങ്ങൾ കണ്ടെത്തി. അക്ഷരാർത്ഥത്തിൽ വെഴ്സറ്റൈൽ ആർട്ടിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ബാദുഷ. ബാദുഷ ദി 1 മിനിറ്റ് സ്പീഡ് കാരിക്കേച്ചറിസ്റ്റ് എന്ന ബ്രാൻഡിനപ്പുറം നമ്മെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത സരസനായ ഒരു കാർട്ടൂണിസ്റ്റ് കൂടിയായിരുന്നു. വിശ്രുത കാർട്ടൂണിസ്റ്റും ഹാസ്യസാഹിത്യകാരനുമായിരുന്ന സുകുമാർ സാർ കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായിരിക്കുന്ന വേളയിൽ അക്കാദമിയുടെ വൈസ് ചെയർമാൻ പദം അലങ്കരിച്ചിരുന്നത് ബാദുഷയായിരുന്നു. സംസ്കാരവും ചരിത്രവും പൗരാണികതയുമൊക്കെ അടയാളപ്പെടുത്തുന്ന നിരവധി രേഖാചിത്രങ്ങളിലൂടെയും ബാദുഷ നമ്മെ വിസ്മയിപ്പിച്ചു. ചില ഗ്രാഫിക് നോവലുകളും ബാദുഷയുടെ സർഗശേഷിയിൽ പിറവികൊണ്ടു. ഇതിനിടെ കവിതകൾക്ക് നിറം പകരാനും ബാദുഷ സമയം കണ്ടെത്തി. അനിമേഷൻ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ബാദുഷ ചില മികച്ച 2D അനിമേഷൻ പരസ്യചിത്രങ്ങളുടെ പ്രധാന ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചു. Let's roll on with the multi-purpose tape for masking while painting, sealing, art and craft, labeling. It's easy to fix and remove, and Roll got many roles to play. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി നിരവധി സ്വദേശ പ്രചരണ പരിപാടികൾക്ക് പിന്നിലെ ചാലകശക്തിയായി ബാദുഷ എന്നും നിലകൊണ്ടു. ബാദുഷയുടെ ലഹരിവിരുദ്ധ കാർട്ടൂണുകൾ യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് കോളേജ് ക്യാമ്പസുകളിൽ വൻ പ്രചാരം നേടിയിരുന്നു. സമുദ്രമലിനീകരണം ഒരു വൻ വിപത്തായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബാദുഷ നേതൃത്വം കൊടുത്ത സേവ് ഓഷൻ എന്ന് പേരിട്ട ലോക സമുദ്രദിന കാർട്ടൂൺ പ്രദർശനം പൊതുജനങ്ങളിൽ സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് അവബോധമുളവാക്കാൻ ഏറെ സഹായകമായി.
കൂടാതെ കേരള മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിനു വേണ്ടിയുള്ള ബാദുഷയുടെ ലൈവ് കാരിക്കേച്ചർ വരകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്ത ബോധവൽക്കരണവുമായി മോട്ടോർ വാഹന വകുപ്പ് ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ചു നൽകിയാണ് ബോധവൽക്കരണം. കാർട്ടൂണിസ്റ്റ് ഇബ്രാഹിം ബാദുഷയാണ് ചിത്രങ്ങൾ വരച്ചു കൊടുക്കുന്നത്. ഹെൽമറ്റ് വെക്കാതെ കൊച്ചി നഗരത്തിലൂടെ ചീറിപ്പാഞ്ഞ വിരുദ്ധന്മാർക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പണിയാണ് കിട്ടിയത്. ഫൈൻ അടച്ച ശേഷം നേരെ റോഡരികിലെ കൂടാരത്തിലേക്ക്. അവിടെ പേപ്പറും പേനയും ഒക്കെയായി ഒരാളിരിപ്പുണ്ട്. ഞൊടിയിൽ ഉപദേശമൊക്കെ നൽകി ഹെൽമറ്റ് വെച്ച് ബൈക്ക് ഓടിച്ചാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന് വരച്ച് കയ്യിൽ തരും. മോട്ടോർ വാഹന വകുപ്പിന്റെ വ്യത്യസ്ത ബോധവൽക്കരണം എല്ലാവരിലും കൗതുകവും ഒപ്പം ചിരിയും പടർത്തി. തുടങ്ങിയപ്പോൾ മീഡിയയുടെ മുമ്പിലേക്ക് വരാൻ പലർക്കും ഒരു വൈമിക്യം ഉണ്ടായിരുന്നു. കാരണം ഇത് പ്രസിദ്ധപ്പെടുത്തുമോ അല്ലെങ്കിൽ ഇവരുടെ ഫേസ് പൊതുവെ മീഡിയാസിൽ വരുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ വരക്കുന്ന കാരിക്കേച്ചർ അത് അവർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അത് വളരെ രസകരമായിട്ട് തോന്നി. കാരണം അവയർനെസ് ക്യാമ്പയിനുകളാണ് പലതും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ പേടിച്ച് പറിച്ച് വരക്കാൻ വന്നവരെ ആദ്യമായിട്ട് കാണണം. നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുന്നവരെ പ്രത്യേക സമ്മാനം നൽകി അഭിനന്ദിക്കുകയും ചെയ്തു. പോപ്പുലർ ഹുണ്ടായുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. രണ്ടായിരത്തി 2018 മഹാപ്രളയകാലത്ത് ബാദുഷ നിരവധി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. അതിജീവനം ലൈവ് കാരിക്കേച്ചർ ഷോയും കാർട്ടൂൺ എക്സിബിഷനും ആലുവയിൽ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലളിതകല അക്കാദമിയാണ് കാരിക്കേച്ചർ ഷോ സംഘടിപ്പിക്കുന്നത്. നമുക്ക് ഒരു ദിവസം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി ഇതിലേക്ക് വേണ്ടി നമ്മുടെ ദൈവദത്തമായി കിട്ടിയിരിക്കുന്ന കല ഉപയോഗിച്ച് അതിൽ നിന്നും നമ്മുടെ സർക്കാരിന് ഈ ദുരിത നിവാരണ ഫണ്ടിലേക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്നത്ര ധനം സമാഹരിച്ചു കൊടുക്കാമോ, നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. അങ്ങനെയാണ് ഈ അതിജീവനം എന്നുള്ള പേരിൽ ഒരു കാർട്ടൂൺ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത്. തുടർന്ന് പെറ്റൽസ് ക്ലോ ഫൗണ്ടേഷനും ഫെഡറൽ ബാങ്കുമായി ചേർന്ന് പ്രളയബാധിതരായ കുട്ടികൾക്കായി റിഫ്രഷിംഗ് യങ് മൈൻഡ്സ് ആൻഡ് റീബിൽഡിംഗ് കേരളാസ് ലിറ്റിൽ ഹാർട്ട്സ് എന്ന അതിജീവന പരിപാടിയും സംഘടിപ്പിച്ചു. ഇനിയും പ്രളയം ബാധിച്ച മറ്റ് പ്രദേശങ്ങളിലോട്ടും ഈ പ്രൊജക്റ്റായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. കുട്ടികളിൽ നിന്നും ടീച്ചർമാരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെക്ഷനും മോട്ടിവേഷണൽ ട്രെയിനിങ് സെഷനും അതിൻ്റെ കൂടെ ഹെൽത്ത് ടിപ്സും കൂടി ഒരു നൂതനമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഇത് എന്തായാലും ഈ പ്രളയത്തെ അതിജീവിക്കാൻ കുട്ടികളെ കൂടുതൽ കരുത്തരാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ബാദുഷ നടത്തിയത് സമാനതകളില്ലാത്ത ബോധവൽക്കരണ പ്രവർത്തനങ്ങളായിരുന്നു. കോവിഡ് മഹാമാരിയിൽ ലോകം മുഴുവൻ നിശ്ചലമായെങ്കിലും തന്റെ കാർട്ടൂൺ രചനയിൽ മുഴുവൻ സമയവും ചെലവിടുകയാണ് കേരള കാർട്ടൂൺ അക്കാദമി മുൻ വൈസ് ചെയർമാൻ ഇബ്രാഹിം ബാദുഷ. മഹാമാരി കാലത്ത് ജാഗ്രത പാലിക്കണമെന്ന് നിയമപാലകരും ആരോഗ്യ പ്രവർത്തകരും നിരവധി ആവർത്തി പറയുന്നുണ്ടെങ്കിലും നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി മുന്നോട്ടു പോകുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴുമുണ്ട്. ഇത്തരത്തിൽ പ്രതിരോധ മാർഗങ്ങളായ മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കാത്തവർക്ക് ബോധവൽക്കരണം നൽകുകയാണ് ഇദ്ദേഹം. മെയ് 5 ലോകമെമ്പാടും കാർട്ടൂണിസ്റ്റ് ദിനമായിട്ട് ആചരിക്കപ്പെടുകയാണ്.
പക്ഷെ അതിലും വ്യത്യസ്തമായിട്ട് ഈ കൊല്ലം കൊറോണ ബാധിച്ച കാരണം പലവരും ഓൺലൈൻ എക്സിബിഷൻസ് നടത്തുന്നുണ്ട്. കൊറോണയ്ക്ക് വരെ ബോധവൽക്കരണ കാർട്ടൂൺ നിരന്തരമായി വരച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം കാർട്ടൂണിസ്റ്റുകളുണ്ട്. ഈ പ്രയത്നത്തിൽ പോലീസിനെയും ഹെൽത്ത് വർക്കേഴ്സിനെയും പോലെ തന്നെ കാർട്ടൂണിസ്റ്റുകൾക്കും കലാകാരന്മാർക്കും ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. ഈ മഹാമാരി എത്രയും പെട്ടെന്ന് മാറി ലോകം തിരിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വല്ലാത്തൊരു വശ്യതയായിരുന്നു ബാദുഷയുടെ ഡിജിറ്റൽ ചിത്രരചനകൾക്ക്. വിശേഷ അവസരങ്ങളിൽ പല രൂപത്തിലുള്ള സ്നേഹസമ്മാനങ്ങളായും പ്രണയോപഹാരങ്ങളായും അനുശോചന സ്മരണികകളായുമൊക്കെ ബാദുഷ പലരുടെയും ജീവിത മുഹൂർത്തങ്ങളിൽ നിറസാന്നിധ്യമായി മാറി. ഇന്ത്യൻ സൂപ്പർ താരങ്ങളും സംവിധായകരും സാങ്കേതിക വിദഗ്ധരും തുടങ്ങി വിദേശ ചലച്ചിത്ര പ്രവർത്തകർ വരെയുള്ളവരുടെ ഡിജിറ്റൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ബാദുഷ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു. പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച കഥാപാത്രം പഞ്ചാബി ഹൗസിലെ രമണൻ മാത്രമല്ല, ഹരിശ്രീ അശോകൻ എന്ന നടൻ അവതരിപ്പിച്ച ചിരിക്കുന്ന കഥാപാത്രങ്ങളുടെ ഒക്കെ തന്നെ കാരിക്കേച്ചറുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവരുടെ ഭാഷ ശൈലി കൊണ്ടും ഡ്രസ്സിൻ്റെ ഒക്കെ ശൈലി കൊണ്ടും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് ഹരിശ്രീ അശോകൻ സാർ. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള 30ഓളം കലാകാരന്മാരാണ് ചിത്രങ്ങൾ തയ്യാറാക്കിയത്. പ്രദർശനം കാണാനെത്തുന്നവരുടെ കാരിക്കേച്ചറുകളും തത്സമയം വരച്ചു നൽകുന്നുണ്ട്. പടം ചെയ്യാണ്ടിരിക്കുന്ന ടൈമിലും ട്രോളുകളിൽ നിറഞ്ഞിരുന്ന കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന ബാദുഷ അവർക്കായി നിരവധി ആർട്ട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. കുട്ടികളിൽ കൗതുകം നടത്തി കാർട്ടൂൺ മാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന ഇബ്രാഹിം ബാദുഷയുടെ കാർട്ടൂൺ ക്യാമ്പ് കൽപ്പറ്റ SKMJ സ്കൂളിൽ നടന്ന ക്യാമ്പിലാണ് ഇബ്രാഹിം ബാദുഷ പങ്കെടുത്തത്. കേരള കാർട്ടൂൺ അക്കാദമി വൈസ് ചെയർമാനാണ്. വയനാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു കാർട്ടൂൺ ക്യാമ്പ് എൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികളുടെ നിന്ന് കിട്ടിയ റെസ്പോൺസ് വളരെ നല്ലതാണ്. ഇവിടെ പതിവിലും ഞാൻ പ്രതീക്ഷേനേക്കാളും കൂടുതൽ കലാകാരന്മാരായിട്ടുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നവവിദ്യാഭ്യാസ രംഗത്തും കുട്ടികളുടെ ബൗദ്ധിക ശക്തി കേന്ദ്രങ്ങൾക്ക് അനുസരണമായി അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിലും മികച്ച സംഭാവനകൾ നൽകി വരുന്ന പെറ്റൽസ് ഗ്ലോബ് ഫൗണ്ടേഷൻ എന്ന NGOയുടെ പ്രാരംഭഘട്ടം മുതൽ സജീവ സാന്നിധ്യമായിരുന്നു ബാദുഷ. പെറ്റൽസ് ഗ്ലോബിന്റെ ചീഫ് കോർഡിനേറ്റർ സനു സത്യനും ബാദുഷയും ചേർന്ന് വിവിധ രാജ്യങ്ങളിലായി 3 ലക്ഷത്തിൽ പരം കുട്ടികൾക്കായി വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഡെവലപ്മെന്റിൽ അധിഷ്ഠിതമായ പഠന പ്രവർത്തനങ്ങൾക്ക് പെറ്റൽസ് ഗ്ലോബ് ഫൗണ്ടേഷന്റെയും ലേൺവെയർ ഗ്രൂപ്പിന്റെയും ഭാഗമായി മികവുറ്റ സംഭാവനകളാണ് ബാദുഷ നൽകിയത്. ആൽഫബറ്റ് ഡൂഡ്ലിംഗ്, നമ്പർ ഡൂഡ്ലിംഗ് തുടങ്ങിയ മേഖലകളിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പരിശീലനം നൽകുകയും ചെയ്തു.
മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷിക വേളയിൽ ബാദുഷയുടെ നേതൃത്വത്തിൽ പെറ്റൽസ് ക്ലബ് സംഘടിപ്പിച്ച ഗാന്ധിജി വൺ ഇന്ത്യ യൂണിഫൈഡ് ഡൈവേഴ്സിറ്റി എന്ന ടാഗ് ലൈനോട് കൂടിയ ഗാന്ധി സ്മൃതി കുട്ടികൾക്കും അധ്യാപകർക്കും ഒരു വേറിട്ട അനുഭവമായി മാറി. ഗാന്ധി വൺ ഇന്ത്യ എന്ന പേരിൽ ഒരു പ്രോഗ്രാം, ഒരു ഗാന്ധി സ്മൃതിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 150 കുട്ടികൾ ചേർന്ന് ഒരു ഒരുമയുടെ പ്രതീകം സൃഷ്ടിക്കുകയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമിന് നമ്മൾ യൂണിഫൈഡ് ഡൈവേഴ്സിറ്റി എന്നാണ് ഒരു ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ മുൻനിർത്തിയാണ് ഇന്ന് 150 കുട്ടികൾ ചേർന്ന് ഇന്ത്യയുടെ മാപ്പിനുള്ളിൽ നമ്മളിവിടെ ഗാന്ധിജിയെ സൃഷ്ടിച്ചത്. പെറ്റൽസ് ക്ലബ് ഫൗണ്ടേഷൻ ഇന്ത്യൻ റെയിൽവേയുടെ സഹകരണത്തോടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച വൻ ജനപ്രീതി നേടിയ മഹാത്മാ ലൈഫ് സ്കെച്ച് ഡൂഡ്ലിംഗ് ബാപ്പുജി എന്ന പരിപാടിയുടെ ആശയവും രൂപകൽപ്പനയും ആസൂത്രണവും നിർവഹിച്ചത് ബാദുഷയായിരുന്നു. ഇന്ത്യൻ റെയിൽവേയായിട്ട് സഹകരിച്ചുകൊണ്ട് പെറ്റൽസ് ക്ലബിന് ഇങ്ങനൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇബ്രാഹിം ബാദുഷയാണ് ഈ ഒരു ആശയത്തിന് പിന്നിൽ. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള അപൂർവ മഹാത്മാക്കളിൽ ഒരാളാണ് ഗാന്ധിജി. ഗാന്ധിയുടെ 150-ാം ജന്മവാർഷികം ആഘോഷിക്കുമ്പോൾ ഗാന്ധിയുടെ ജീവിതത്തിൽ പ്രധാന സംഭവങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു ചുമർ ചിത്രരചനയാണ് ഇവിടെ നടക്കുന്നത്. പെറ്റൽസ് ക്ലബും ഇന്ത്യൻ റെയിൽവേയുടെയും സഹകരണത്തോടെയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. 15ഓളം കാർട്ടൂണിസ്റ്റുകളും ചിത്രകലാ വിദ്യാർത്ഥികളും ഇതിൽ പങ്കുകൊണ്ടിട്ടുണ്ട്. ഗാന്ധിയുടെ ജീവിതത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി ഡൂഡിൽ എന്നുള്ള കൺസെപ്റ്റിൽ അവതരിപ്പിക്കും. ഡൂഡിൽ എന്ന് പറഞ്ഞാൽ ഒരു കുത്തിവരയാണ്. സാധാരണ ചിത്രരചനയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കളറൊന്നും ഉപയോഗിക്കാതെ ബ്ലാക്കാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ജീവിതം ഒരാളൊരു സിനിമ കണ്ട പ്രതീതി, അപ്പോൾ ഗാന്ധി ഫിലിം കണ്ട ഒരു പ്രതീതിയാണ് ഇത് മൊത്തം കാണുമ്പോൾ. ഒരു ലൈഫ് സ്കെച്ച്, മൊത്തം ആളുടെ കോൺട്രിബ്യൂഷൻ, അതായത് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യക്കും ലോകത്തിനും നൽകിയ സന്ദേശങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബൃഹത് ചുമർ ചിത്രം. ൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് ശേഖരണം ത്വരിതപ്പെടുത്തുന്നതിനായി പെറ്റൽസ് ക്ലബ് സംഘടിപ്പിച്ച ആർട്ട് ഇൻ നീഡ് ഈസ് ആർട്ട് ഇൻ ഡീഡ് എന്ന പരിപാടിക്ക് ചുക്കാൻ പിടിച്ചതും ബാദുഷയായി. ദുരിതാശ്വാസ പ്രവർത്തനത്തിലാണ് ഇവർ. ആർക്ക് വേണമെങ്കിലും സമീപത്തുള്ള ബോക്സിൽ പണം നിക്ഷേപിച്ച ശേഷം കസേരയിലിരിക്കാം. മിനിറ്റുകൾ കൊണ്ട് രേഖാചിത്രം ഇവർ പ്രതിഫലമായി നൽകും. നെസ്റ്റൽ ഗ്ലോബ് ഫൗണ്ടേഷനായിരുന്നു പ്രധാന സംഘാടകർ. ചിത്രകാരനായ ഇബ്രാഹിം ബാദുഷ, ഹസൻ കോട്ടേപ്പറമ്പ്, ഷാനവാസ് മുടിക്കൽ എന്നിവർ ചേർന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കായി വേറിട്ട വഴി തേടിയത്. ചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട കുട്ടികൾക്കായുള്ള വേനൽക്കാല ഡിജിറ്റൽ ആർട്ട് ക്യാമ്പ് കാലത്തിന് മുൻപേ സഞ്ചരിച്ച ഒരു പരിശീലന കളരിയായിരുന്നു. ഫെഡറൽ ബാങ്കിനും പെറ്റൽസ് ക്ലബിനും ഒപ്പം ചേർന്നുകൊണ്ടാണ് സനു സത്യനൊപ്പം ബാദുഷ ഇത്തരമൊരു നൂതന പരിപാടിക്ക് നേതൃത്വം നൽകിയത്. പരേതനായ ആർട്ടിസ്റ്റ് വേണു വാര്യർ, ആർട്ടിസ്റ്റ് ഹസൻ കോട്ടേപ്പറമ്പിൽ, ആർട്ട് ഡയറക്ടർ അസീസ് കരുവാരക്കുണ്ട്, അഡ്വക്കേറ്റ് സിജ, സന്ദീപ്, ജിനീഷ് ജോയ്സ് തുടങ്ങിയവർ ക്യാമ്പ് ഡയറക്ടർ എന്ന നിലയിൽ ബാദുഷയ്ക്ക് പിന്തുണയേകി.
ലോക പരിസ്ഥിതി ദിനത്തിൽ കല സമാധാനത്തിന് എന്ന ആശയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച പീസ് ഓഫ് ആർട്ട് കാർട്ടൂൺ പ്രദർശനം, എറണാകുളം ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കിൻഡർഗാർട്ടൻ കുരുന്നുകൾക്കായി സംഘടിപ്പിച്ച കിൻഡർ ഫിയസ്റ്റ, ലോക അനിമേഷൻ ദിനത്തിൽ കേരള ഹിസ്റ്ററി മ്യൂസിയത്തിൽ അരങ്ങേറിയ ലൈവ് അനിമേഷൻ വർക്ക്ഷോപ്പ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ 128ാം ജന്മവാർഷികത്തിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കാരിക്കേച്ചറിസ്റ്റുകൾ വരച്ച 128 നെഹ്റു കാരിക്കേച്ചറുകളുടെ പ്രദർശനം തുടങ്ങി വിവിധ പരിപാടികൾക്കാണ് പെറ്റൽസ് ഗ്ലോ ഫൗണ്ടേഷനുമായി കൈകോർത്തുകൊണ്ട് ബാദുഷ നേതൃത്വം നൽകിയത്. കാരിക്കേച്ചർ കാർട്ടൂൺ രംഗത്ത് എപ്പോഴും പുതുമകൾ അവതരിപ്പിച്ചിരുന്ന ഇബ്രാഹിം ബാദുഷ എന്നും മാധ്യമങ്ങളുടെ ഇഷ്ടഭാജനമായിരുന്നു. ഇന്ന് എൻ്റെ കൂടെ ഉള്ളൊരു സ്പെഷ്യൽ ഗസ്റ്റാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് കാർട്ടൂൺ മാൻ എന്നാണ്. നമുക്ക് പരിചയപ്പെടാം. ബാദുഷ. കാർട്ടൂൺ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കുറച്ച് ആക്ഷേപഹാസ്യം എന്നാണല്ലോ അല്ലേ? ഞാൻ വരക്കുന്ന കൂടുതലും പോസിറ്റീവ് കാർട്ടൂൺസാണ്. കാർട്ടൂണുകൾ ചില കാർട്ടൂൺസിലേക്ക് സാധിക്കാത്ത നർമ്മം കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരിക്കേച്ചേഴ്സിലാണ് ഞാൻ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നത്. സരസമായി സംസാരിക്കുകയും ഏവരോടും സ്നേഹ സൗഹൃദങ്ങളോടെ ഇടപെടുകയും ചെയ്തിരുന്ന ബാദുഷ സമൂഹത്തിൽ സർവ്വസ്വീകാര്യനായിരുന്നു. വിപുലമായ ഒരു സൗഹൃദ വലയത്തിലാണ് എപ്പോഴും പോസിറ്റീവ് കാർട്ടൂണുകൾ വരയ്ക്കാൻ ആഗ്രഹിച്ചിരുന്ന ബാദുഷ ജീവിച്ചത്. ഒപ്പമുള്ള കാർട്ടൂൺ കാരിക്കേച്ചർ കലാകാരന്മാരുടെ പ്രതിഭ കണ്ടെത്തുന്നതിലും അവരെ പ്രചോദിപ്പിക്കുന്നതിലും കലയുടെ ഔന്നത്യങ്ങളിലേക്ക് അവർക്ക് വഴികാട്ടുന്നതിലും ബാദുഷ എപ്പോഴും ശ്രദ്ധ പുലർത്തിയിരുന്നു. ഒരിക്കൽ പരിചയപ്പെട്ടവർക്ക് മറക്കാൻ സാധിക്കാത്ത വ്യക്തിത്വമായിരുന്നു ബാദുഷ. ജൂൺ 2 എന്ന ബാദുഷയുടെ അനുസ്മരണ ദിനം കാർട്ടൂൺ മാൻ ജൂൺ 2 എന്ന പേരിൽ കലയുടെ ഒരു സർവ്വസമ്മേളനമാകുന്നത് കേവലം ആകസ്മികതയല്ല, മറിച്ച് അതൊരു അനിവാര്യതയാണ്. കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ച കാർട്ടൂൺ മാൻ ബാദുഷയുടെ 1ാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് കാർട്ടൂൺ മാൻ ജൂൺ 2 എന്ന പേരിൽ മെയ് 14 മുതൽ ബാദുഷയുടെ ചരമദിനമായ ജൂൺ 2 വരെ നീണ്ടുനിൽക്കുന്ന അനുസ്മരണ പരിപാടികൾക്ക് പനമ്പിള്ളി നഗർ ലോറം അങ്കണത്തിൽ തുടക്കമായി. സന്നദ്ധ സംഘടനയായ പെറ്റൽസ് ഗ്ലോ ഫൗണ്ടേഷൻ, കാർട്ടൂൺ ക്ലബ് ഓഫ് കേരള, ലോറം വെൽനസ് കെയർ, ലേൺവെയർ ഗ്രൂപ്പ് എന്നിവയുടെ സഹകരണത്തോടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കു വേണ്ടി സംഘടിപ്പിച്ച ഹെവൻലി ആർട്ടിസ്റ്റ് ഫോർ ദി ഡിവൈൻ ചിൽഡ്രൻ എന്ന പരിപാടി TJ വിനോദ് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം ബാദുഷയുടെ സഹപ്രവർത്തകരായ കാർട്ടൂൺ കലാകാരന്മാർ
ഭിന്നശേഷിയുള്ള ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സമൂഹത്തിന്റെയും പരിലാളനത്തോടെ ഒരു മികച്ച വ്യക്തിത്വമായി രൂപപ്പെടുന്നത് 20 അടി നീളമുള്ള ക്യാൻവാസിൽ കളക്റ്റീവ് ഡ്രോയിങ് അഥവാ കൂട്ടവരയിലൂടെ കൃത്യമായി ആവിഷ്കരിച്ചത് ഒരു നവ്യാനുഭവവും അത്തരം കുഞ്ഞുങ്ങളെ പരിലാളിക്കാനുള്ള പ്രചോദനവുമായി മാറി. ചടങ്ങിൽ മുൻ ജഡ്ജിയും കേരള ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടറുമായ കെ സത്യൻ മുഖ്യാതിഥിയായിരുന്നു. കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്ന, കുട്ടികൾക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിരുന്ന ബാദുഷ എന്ന മഹാനായ വ്യക്തി, ലോകമെങ്ങും അറിയപ്പെട്ടിരുന്ന മഹാനായ ആ കലാകാരനെ ഓർക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ, കാർട്ടൂൺ ക്ലബ്, അതുപോലെ പെറ്റൽ ഗ്ലോബ് ഫൗണ്ടേഷൻ, ലോറം, ഇവരെല്ലാവരും ചേർന്ന് അവരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത്. ബാദുഷയുടെ അനുസ്മരണ ചടങ്ങും രാജ്യാന്തര കാരിക്കേച്ചർ പ്രദർശനവും കൊച്ചിയിൽ നടന്നു. ഇടപ്പള്ളി ചങ്കപ്പുഴ പാർക്കിലായിരുന്നു അനുസ്മരണം. കഴിഞ്ഞ വർഷം കോവിഡിനെ തുടർന്നായിരുന്നു ബാദുഷയുടെ മരണം. അനുസ്മരണ ചടങ്ങിനൊപ്പം ചിത്ര, കാർട്ടൂൺ രചനാ മത്സരങ്ങളും സംഘടിപ്പിച്ചു. രാജ്യാന്തര കാരിക്കേച്ചർ പ്രദർശനം മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാരിക്കേച്ചർ അനാച്ഛാദനം ചെയ്തായിരുന്നു ഉദ്ഘാടനം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹാനായ ചങ്ങമ്പുഴയുടെ സ്മരണ തുളുമ്പുന്ന ഒരു പാർക്കിലാണ്. ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വം പറയുന്ന ഞങ്ങളുടെ ഇടപ്പള്ളി കവികൾ രണ്ടുപേരും ഈ ലോകത്തെ വിട്ടുപിരിഞ്ഞത് വളരെ ചെറിയ പ്രായത്തിലാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ലോകത്ത് കടന്നു വന്ന വളരെ അപൂർവമായി മാത്രം ജനിക്കുന്ന ചില പ്രതിഭകൾ നമ്മളെല്ലാം ആഗ്രഹിക്കാതെ, നനച്ചിരിക്കാതെ, ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കരുതേ എന്ന് പിന്നീട് നമുക്ക് ഓർക്കാൻ മാത്രം കഴിയുന്ന വിധത്തിൽ നമ്മളെ വിട്ടുപിരിയുന്നത് ഈ ചങ്ങമ്പുഴ പാർക്കിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ദുഃഖത്തിലാഴ്ത്തുന്നുണ്ട്. ഏതായാലും ബാദുഷയെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മറക്കുന്നില്ല, കാർട്ടൂണിസ്റ്റുകളും ചിത്രകാരന്മാരും മറക്കുന്നില്ല. അവർ വീണ്ടും ഈ ഓർമ്മ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയുമായി ഒരുമിച്ച് ചേരുന്നു. ഇപ്പോൾ ബാദുഷയുടെ മൂത്ത മകന് നമ്മൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കാരിക്കേച്ചർ കൊടുത്തപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ആ കുട്ടി തന്നെ നന്നായി വരയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ചങ്ങമ്പുഴയും രാഘവൻപിള്ളയും നമ്മുടെ മനസ്സുകളിലും കേരളത്തിലാകെയും ജീവിക്കുന്നത് പോലെ ഇബ്രാഹിം ബാദുഷയും ജീവിക്കുമെന്ന കാര്യത്തിൽ സംശയം.
കാർട്ടൂണിസ്റ്റ് ബാദുഷയുടെ 2ാം അനുസ്മരണ ദിനം ആചരിച്ചു. പെറ്റൽസ് ഗ്ലോബ് ഫൗണ്ടേഷൻ, കാർട്ടൂൺ ക്ലബ് ഓഫ് കേരള എന്നിവ ചേർന്ന് നടത്തിയ പരിപാടിയിൽ കാരിക്കേച്ചർ ഷോയും മഹഫിൽ സന്ധ്യയും സംഘടിപ്പിച്ചു. സേവന ലൈബ്രറിയിൽ ബാദുഷ ബുക്ക് കോർണർ ഒരുക്കുമെന്ന് ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് ഒ.കെ. ഷംസുദ്ദീൻ. പെറ്റൽസ് ഗ്ലോബ് ഫൗണ്ടേഷന്റെയും നൊച്ചിമ സേവന ലൈബ്രറിയുടെയും കാർട്ടൂൺ ക്ലബ് ഓഫ് കേരളയുടെയും നേതൃത്വത്തിലാണ് കാർട്ടൂൺമാൻ ഇബ്രാഹിം ബാദുഷയുടെ ഓർമ്മകൾ പങ്കുവച്ച ആർട്ട് വിത്ത് കാർട്ടൂൺമാൻ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി M.R. സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സേവന ലൈബ്രറിയിൽ ആരംഭിക്കുന്ന ബാദുഷ പുസ്തക കോർണറിലേക്ക് ബാദുഷയുടെ പുസ്തക ശേഖരം ബാദുഷയുടെ മക്കളായ അമാൻ ബാദുഷ, ഫനാൻ ബാദുഷ, ആയിഷ എന്നിവർ ചേർന്ന് കൈമാറി. വരക്കൊപ്പം സംഗീതത്തെയും സ്നേഹിച്ചിരുന്ന ബാദുഷയുടെ പ്രിയ ഗാനങ്ങൾ കോർത്തിണക്കി T.P. വിവേക, ഉല്ലാസ് പൊന്നാനി എന്നിവർ ആർട്ടിഫിൽ മെഹ്ഫിൽ അവതരിപ്പിച്ചു. വരകളിൽ ദ്രുതവേഗം ഇഷ്ടപ്പെട്ടിരുന്ന പ്രിയപ്പെട്ട ബാദുഷയുടെ പ്രിയ ഗീതങ്ങളിലേക്ക്. झुकी झुकी सी नजर बेकरार है कि नहीं, दबा दबा सा सही दिल में प्यार है कि नहीं, झुकी झुकी सी नजर. കാരിക്കേച്ചർ കലാകാരന്മാരായ ഹസൻ കോട്ടേപ്പറമ്പിൽ, ഷാനവാസ് മുടിക്കൽ, ചന്ദ്രപ്രശാന്ത, ബഷീർ കീഴ്ശ്ശേരി, പ്രിൻസ് കാർട്ടൂണിസ്റ്റ് എന്നിവർ ലൈവ് കാരിക്കേച്ചർ വരച്ചു നൽകി. സേവന പ്രസിഡന്റ് PC ഉണ്ണി, സെക്രട്ടറി അഡ്വക്കേറ്റ് ഒ.കെ. ഷംസുദ്ദീൻ, പെറ്റൽസ് ഗ്രൂപ്പ് ചീഫ് കോർഡിനേറ്റർ സനു സത്യൻ, KG ദിലീപ് കുമാർ, KM നജീബ, ആസിഫ് അലി കോമു, ഷിയാസ് അൽസജ, ബാലകൃഷ്ണൻ കതിരൂർ, ബാദുഷയുടെ കുടുംബാംഗങ്ങൾ എന്നിവരും സംസാരിച്ചു. കളിയായിട്ടൊരു നാളിൽ കവിളിലൊന്ന് നുള്ളിയപ്പോൾ കഥയെന്തെന്നറിയാതെ കരഞ്ഞോളല്ലേ നീ, കഥയെന്തെന്നറിയാതെ.